ബിജോയ്സ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ മെജോറിറ്റി ന്യൂസ് ഇന്ത്യ ഇന്നലെ നടത്തിയ സ്ട്രൈക്കിനെ കുറിച്ചാണ്. ടാർഗറ്റഡ് സ്ട്രൈക്കിനെ കുറിച്ച്, ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന അല്ല, ശരി, ഒരു ടാർഗറ്റഡ് സ്ട്രൈക്കാണ്. ആ ടാർഗറ്റഡ് സ്ട്രൈക്കിനെ കുറിച്ചാണ് കൂടുതൽ അതിന്റെ റിവ്യൂസും എഡിറ്റോറിയൽസും എല്ലാം. അതുകൊണ്ട് അല്ലാത്ത ന്യൂസുകൾ കുറച്ച് കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ഫാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് തീർക്കാം. അപ്പൊ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫോഴ്സസ് ഹിറ്റ് പാകിസ്ഥാൻ ടെറർ ബേസസ് എന്ന് പറയുന്ന ന്യൂസ് ആണ്. അത് പ്രത്യേകിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. 9 locations mainly targeting the terrorist destinations in Pakistan, in terrorist training camps, in terrorist headquarters, in all those places, especially പാകിസ്ഥാന്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയപ്പെടുന്ന പഞ്ചാബിന്റെ അകത്ത് വരെ ഇന്ത്യ അറ്റാക്ക് നടത്തിയത് പാകിസ്ഥാന്റെ എയർ സ്പേസ് പോലും ക്രോസ് ചെയ്യാതെ ഇന്ത്യൻ എയർ സ്പേസിൽ നിന്നുകൊണ്ട് മിസൈൽസ് ഉപയോഗിച്ച്, സ്കാൽപ് മിസൈൽ എന്നൊക്കെ പറയുന്ന ഫ്രാൻസിന്റെ മിസൈൽ, അല്ലെങ്കിൽ ഹമ്മർ എന്ന് പറയുന്ന ഒരു ബോംബ്, ഇതൊക്കെ യൂസ് ചെയ്താണ് നമ്മൾ ഈ അറ്റാക്ക് നടത്തിയത്. ഏതാണ്ട് 25 മിനിറ്റ് അറ്റാക്ക് നീണ്ടു നിന്നു. ഭീകരരുടെ മാത്രമേ നമ്മൾ അറ്റാക്ക് ചെയ്തുള്ളൂ, സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല, അവിടുത്തെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ റീറ്റാലിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. റീറ്റാലിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ ഭീകരർക്ക് കൊടുക്കുന്ന സപ്പോർട്ടായിട്ട് ലോകത്തിന് വ്യാഖ്യാനിക്കാൻ പറ്റൂ. കാര്യം, ഭീകരരെ അറ്റാക്ക് ചെയ്യുമ്പോൾ പാകിസ്ഥാൻ തിരിച്ച് ഇന്ത്യ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ന്യൂസ്. മെയിൻ ന്യൂസ്, ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി ആണ് ബ്രീഫ് ചെയ്യുന്നത്. മീഡിയാസിന് അതിലൊരു ഫോട്ടോ കാണാം. ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ വിക്രം മിശ്രി ആൻഡ് 2 women officers from Indian Army and Indian Air Force was also deputed by the forces for briefing about the military operation, about the operations conducted in Pakistan. അപ്പൊ അത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് കൊടുത്ത ആ ഒരു ഓപ്പറേഷൻ, അത് നമ്മളുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള റെസ്പെക്ടിന് ആയിട്ടാണ് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേര് കൊടുത്തത്. അതിനുശേഷം ബ്രീഫ് ചെയ്യാൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇന്ത്യൻ forces deputed 2 women officers. That also is a symbolic act of India to the world. നമ്മൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന മാന്യത, റെസ്പെക്ട്, ഇതൊക്കെയാണ് അത് വഴി നമ്മൾ കാണിക്കുന്നത്. അവർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ അതല്ല. അപ്പൊ എന്തായാലും അതെല്ലാം ഇതിൻ്റെ അകത്ത് ന്യൂസിൻ്റെ അകത്തുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഫ്രണ്ട് പേജിൽ പറയാനുള്ളത്. അല്ലാതെ ഈ ന്യൂസിൻ്റെ അകത്ത് പറയാനുള്ളത് അല്ലാതെ മറ്റു വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇനി പാകിസ്ഥാൻ തിരിച്ചടിക്കുമോ എന്നുള്ള കാര്യമാണ്. പാകിസ്ഥാൻ തിരിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ that will be a foolish decision of Pakistan, because Pakistan is facing severe economic crisis. Pakistan is facing severe internal problems. So if Pakistan tries to attack India, and their problems will be multiplied, and sometimes Pakistan will disintegrate into many nations. Baluchistan എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു പ്ലേസ് നിങ്ങൾക്ക് അറിയാം. ആ പ്ലേസ് അവർ തന്നെ പാകിസ്ഥാനിൽ സെപ്പറേറ്റ് ആയി പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇന്റേണൽ കോൺട്രഡിക്ഷൻസ് കൂടാനേ അത് സഹായിക്കുള്ളൂ. അവരുടെ എക്കോണമി കൂടുതൽ ഡിസ്ട്രസ്സിലാവാൻ ഇത് സഹായിക്കുള്ളൂ. സോ ഇഫ് പാകിസ്ഥാൻ tries to attack India or retaliate, that will be a stupid decision of the real power center of Pakistan, that is the military establishment. അവിടെ സിവിലിയൻ ഗവൺമെന്റ് ഒന്നും വലിയ റോളൊന്നുമില്ല. ഓക്കെ, അപ്പൊ അത് പിന്നെ ശിവസേനയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. ശിവസേന എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിൽ 2 ശിവസേനയുണ്ട്. അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും അവർ തങ്ങളിൽ ചില പ്രശ്നങ്ങൾ, അവർ സ്പ്ലിറ്റ് ആയി 2 പാർട്ടികളായിട്ട്. അപ്പൊ അവരുടെ ചിഹ്നം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയൊക്കെ ഷിൻഡെയുടെ ശിവസേനയ്ക്കാണ് കൊടുത്തത്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഉദ്ധവ് താക്കറെ ശിവസേന പോയി. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. നമുക്ക് ഇപ്പോൾ വലിയ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇസ്കോണിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. ഇസ്കോൺ, വാട്ട് ഈസ് ഇസ്കോൺ? ഇസ്കോൺ മീൻസ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, ദാറ്റ് ഈസ് an organization which is spreading the message of Krishna, Lord Krishna, all around the world. They have temples all around the world. ഈ ബംഗ്ലാദേശിലൊക്കെ ഇസ്കോണിന്റെ ടെമ്പിൾ ഉണ്ട്. അത് അറ്റാക്ക് ചെയ്യപ്പെട്ടതൊക്കെ നമ്മൾ ഈ ഇടയ്ക്ക് ന്യൂസ് ആയി വായിച്ചാണ്. ഇസ്കോൺ മീൻസ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. Then all party meeting in parliament today. That is the right move by the government, because government should take into confidence all the opposition parties in India, because now all the opposition parties are supporting government's moves unanimously. So it is the government's responsibility to explain what are the measures taken by the government and what are the measures going to be taken by the government. So for that, government is conducting an all-party meeting today. Most probably the Prime Minister of India will attend the meeting. Defense Minister, Home Minister already confirmed the presence in that meeting. പിന്നെ ഇന്ത്യ ഷട്ട്സ് കർത്താർപൂർ കോറിഡോർ, പുട്സ് ബോർഡർ ഡിസ്ട്രിക്ട്സ് ഓൺ ഹൈ അലർട്ട് എന്നൊരു ന്യൂസ് ഉണ്ട്. കർത്താർപൂർ കോറിഡോർ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇന്ത്യ പാകിസ്ഥാനിൽ 2ആയിട്ട് പാർട്ടീഷൻ ചെയ്യുമ്പോൾ പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്. ഇന്ത്യയിലെ സിഖുകാരുടെ ഏറ്റവും റിവേർഡ് ഫിഗർ ആയിട്ടുള്ള ഗുരു നാനാക്ക്
ഗുരുനാനാക്കിന്റെ ബറിയൽ പ്ലേസ് പാകിസ്ഥാനിലായി പോയി. പഞ്ചാബിന്റെ തൊട്ടടുത്ത് കുറച്ച് ദൂരേ ഉള്ളൂ. ആ പ്ലേസ് കൂടെ വേണമെങ്കിൽ നമുക്ക് അന്ന് അതിന്റെ പേര് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അത് നമ്മളിലേക്ക് ആക്കാമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോ സിഖുകാർക്ക് അവരുടെ സിഖ് മതത്തിന്റെ ഏറ്റവും വലിയ ഗുരുവായ ഗുരു നാനാക്കിന്റെ റെസ്റ്റിംഗ് പ്ലേസിൽ പോകണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻകാരുടെ അനുവാദം വേണം. അപ്പൊ പാകിസ്ഥാനില് ആണ് ഈ കർത്താർപൂർ എന്ന് പറയുന്ന ഗുരുദ്വാര ഉള്ളത്. ഇവിടെ പറയുന്നുണ്ട്, ദ കോറിഡോർ കണക്ട്സ് ഗുരുദ്വാര ശ്രീ കർത്താർപൂർ സാഹിബ്. ഗുരുദ്വാര ശ്രീ കർത്താർപൂർ സാഹിബ് അതാണ് പാകിസ്ഥാനില്, വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ പാകിസ്ഥാൻ നറോവാൾ ഡിസ്ട്രിക്ട് across the Ravi River with the Dera Baba Nanak Shrine in Gurdaspur district. അപ്പൊ ഇത് പഞ്ചാബിലെയും പാകിസ്ഥാനിലെയും രണ്ട് ഗുരുദ്വാരകളെയാണ് കണക്ട് ചെയ്യുന്നത്. സിഖിസത്തിന്റെ ഫൗണ്ടറായ ഗുരു നാനാക്കിന്റെ ബറിയൽ പ്ലേസ്, റെസ്റ്റിംഗ് പ്ലേസ് ആയ ഗുരുദ്വാര ശ്രീ കർത്താർപൂർ സാഹിബ് പാകിസ്ഥാനിലാണത്. ഇന്ത്യയിലെ പഞ്ചാബിലെ ദേരാ ബാബ നാനാക് ഷ്രൈൻ, ദേരാ ബാബ നാനാക് ഷ്രൈൻ ഇൻ ഗുരുദാസ്പൂർ ഡിസ്ട്രിക്ട്. ഇത് രണ്ടിനെയും കണക്ട് ചെയ്യുന്നുണ്ട് കോറിഡോർ ആണ് കർത്താർപൂർ കോറിഡോർ. ഇപ്പൊ ഈ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്, അത് തൽക്കാലം ക്ലോസ് ചെയ്യുകയാണ്. അപ്പം 2019 ഈ കോറിഡോർ ഓപ്പൺ ചെയ്തത്. 550th ബർത്ത് ആനിവേഴ്സറി ഓഫ് ഗുരു നാനാക് ദേവിന്റെ സമയത്താണ് അത് ഓപ്പൺ ചെയ്യുന്നത്. മുമ്പ് അങ്ങനെ ഒരു കോറിഡോർ ഇല്ലായിരുന്നു. ഓക്കെ, പിന്നെ അത്രയാണ് ഫ്രണ്ട് പേജിൽ. ബാക്കിയൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. അതിനടുത്ത പേജ് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജിൽ ന്യൂസുകളില് അതൊക്കെയും ഇത് തന്നെയാണ്. ബോർഡർ സ്റ്റേറ്റുകളെല്ലാം വലിയ അലർട്ടിലാണ്. ഇന്ത്യ ഹാസ് സം സ്റ്റേറ്റ്സ് വിച്ച് ആർ ബോർഡറിംഗ് വിത്ത് പാകിസ്ഥാൻ, ഗുജറാത്ത്, രാജസ്ഥാൻ, ജമ്മു ആൻഡ് കാശ്മീർ എക്സെട്ര. ജമ്മു ആൻഡ് കാശ്മീർ ഇസ് നോട്ട് എ സ്റ്റേറ്റ് റൈറ്റ് നൗ, ഇറ്റ് ഈസ് എ യൂണിയൻ ടെറിട്ടറി. അപ്പം അവർക്കെല്ലാം പിന്നീട് പാകിസ്ഥാനായിട്ട് ബോർഡർ ഉണ്ട്. ആ ബോർഡറിംഗ് സ്റ്റേറ്റുകളെല്ലാം ഹൈ അലർട്ടിലാണെന്നൊരു ന്യൂസ് ആണ്. പിന്നെ ഡൽഹി ഹൈക്കോർട്ട് റിസർവ്സ് ഓർഡർ ഓൺ ക്രിസ്ത്യൻ മൈക്കൽസ് ബെയിൽ പ്ലീ. ക്രിസ്ത്യൻ മൈക്കൽ, ഹു ഈസ് ക്രിസ്ത്യൻ മൈക്കൽ? ക്രിസ്ത്യൻ മൈക്കൽ ഈസ് ദ main accused in the alleged corruption happened in the proposed purchase of Augusta Westland helicopter. Augusta Westland എന്ന് പറയുന്ന ഹെലികോപ്റ്റർ, Augusta Westland എന്ന് പറയുന്ന ഹെലികോപ്റ്റർ ഇന്ത്യ വാങ്ങാൻ തീരുമാനിച്ചു. എവിടെ? ഇറ്റലിയിൽ നിന്ന്. മൻമോഹൻ സിംഗിന്റെ ഭരണകാലഘട്ടത്തിൽ, വർഷങ്ങൾക്ക് മുമ്പ്. ആ ഹെലികോപ്റ്റർ വാങ്ങാൻ തീരുമാനിച്ചതിൽ തന്നെ അഴിമതി നടന്നു. അതുകൊണ്ട് പിന്നെ അത് വാങ്ങണ്ടെന്ന് വെച്ചു. അപ്പൊ ആ അഴിമതിക്ക് ഇടനിലക്കാരൻ ഇറ്റലിക്കാരനായ ക്രിസ്ത്യൻ മൈക്കലായിരുന്നു. പുള്ളി ഇപ്പൊ ഇന്ത്യയിൽ ജയിലിലാണ്. അപ്പൊ അതാണ്. പിന്നെ കാശ്മീർ റിമെയിൻസ് കാം ബട്ട് എ സെൻസ് ഓഫ് ഫോർവേഡിംഗ് ലൂംസ് ലാർജ് അമംഗ് ലോക്കൽ. കാശ്മീർ ആണല്ലോ ഇപ്പൊ ഇത് ഒരു യുദ്ധമൊക്കെ കണ്ട ഏറ്റവും വലിയ കെടുതികൾ അനുഭവിക്കാൻ പോണ കാശ്മീരാണ്. ഇന്നലെ തന്നെ പാകിസ്ഥാൻ പട്ടാളം നടത്തിയ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള ഫയറിംഗ് ഓഫ് ഷെൽസ്, അതിലവിടെ കില്ല് ചെയ്യപ്പെട്ടത് കാശ്മീരികളായിട്ടുള്ള സാധാരണക്കാരായിരുന്നു. 10-12 പേര്. ഒരു ഇന്ത്യൻ പട്ടാളക്കാരനും കൊല്ലപ്പെട്ടു. അപ്പൊ കാശ്മീരികള് ആണ് ഏറ്റവും കൂടുതൽ ഒരു വാർ ഉണ്ടായാലും അനുഭവിക്കാൻ പോകണം. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. പിന്നെ തമിഴ്നാട് CM MK സ്റ്റാലിൻ ഇന്ത്യയുടെ പട്ടാളത്തിന്റെ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. പിന്നെ വേറൊന്നുമില്ല, ബാക്കിയൊന്നും നമുക്ക് ആവശ്യമുള്ള ന്യൂസ് അല്ല. അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെ ചീഫ് മിനിസ്റ്റേഴ്സ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പാകിസ്ഥാനെതിരെയുള്ള നടപടികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ എന്ന് പറയുമ്പോൾ കേരളം, പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ. തമിഴ്നാട് MK സ്റ്റാലിൻ ചീഫ് മിനിസ്റ്റർ. കർണാടകം സിദ്ധരാമയ്യ ചീഫ് മിനിസ്റ്റർ. തെലങ്കാന രേവന്ത് റെഡ്ഡി ചീഫ് മിനിസ്റ്റർ. ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു ചീഫ് മിനിസ്റ്റർ. ഇവരെല്ലാവരും പേര് ഇവിടെ ഉണ്ട്. ഇവരെല്ലാവരും ഇന്ത്യയുടെ നടപടികൾ, എസ്പെഷ്യലി ദ ടാർഗറ്റഡ് സ്ട്രൈക്ക് അഗെയിൻസ്റ്റ് ദ ടെററിസ്റ്റ് ക്യാമ്പ്സ് ഇൻ പാകിസ്ഥാൻ, that was appreciated by the chief ministers of the 5 South Indian states. അതാണ് ആ ന്യൂസ് എന്ന് പറയുന്നത്. ന്യൂസ്. പിന്നെ മമതാ ബാനർജി ഫുൾ സപ്പോർട്ട് ഗവൺമെന്റിന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ടെററിസം. പിന്നെ എത്രയൊക്കെ ഉള്ളൂ ഈ ന്യൂസിൽ. ഓക്കെ, പിന്നെ കർണാടകത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ശിവകുമാറിന്റെ പേരൊക്കെ ഇവിടെയുണ്ട്. കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ ആണെങ്കിൽ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ശിവകുമാർ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ. ഇനി നെക്സ്റ്റ് പേജ്. ഈ പേജില് നമ്മളെ എഡിറ്റോറിയൽസിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ നമ്മൾ 1000 തവണ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്നലെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് അല്ല, ടാർഗറ്റഡ് സ്ട്രൈക്കിനെ കുറിച്ച്. സ്ട്രോക്സ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അതില്
പറഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ നടത്തിയിരിക്കുന്ന ഈ സ്ട്രൈക്ക് 9 ഇടങ്ങളിലാണെന്ന് സേന ഓൾറെഡി വ്യക്തമാക്കി. അത് പാകിസ്ഥാനിലും പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. പാകിസ്ഥാനായിട്ട് നമ്മൾ POK കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാനിലും പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ എന്ന് പറഞ്ഞത്. അത് ഇന്ത്യയുടേതാണെന്നാണല്ലോ ഇന്ത്യയുടെ അവകാശവാദം. അതുകൊണ്ടാണ് നമ്മൾ POK എന്ന് പറഞ്ഞത്. പാകിസ്ഥാൻ പിടിച്ചു വെച്ചേക്കുന്ന കാശ്മീർ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലായിട്ടാണ്. ഇപ്പൊ ടാർഗറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബഖവൽപൂർ ഉണ്ടായിരുന്നു. അത് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞ ഭീകര സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. മുരിദ്കെ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. ലഷ്കർ ഇ തോയ്ബയുടെ മെയിൻ സ്ഥലമാണ്. അപ്പൊ അവിടെയൊക്കെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത്. അപ്പം നമ്മളെ ക്രോസ് ബോർഡർ ടെററിസം ചെയ്ത് നമ്മളെ പഹൽഗാമില് ഏപ്രിൽ 22-26 പേരെ കൊല ചെയ്ത ആൾക്കാരുടെ ക്യാമ്പുകളാണ് നമ്മൾ തകർത്തത്. അപ്പൊ നമ്മൾ വളരെ മെഷേർഡ് ആയിട്ട്, നോൺ എസ്കലേറ്ററി ആയിട്ട്, പ്രൊപ്പോർഷനേറ്റ് ആയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടുമാണ് നമ്മൾ ചെയ്തത്. നമ്മൾ 2019 ബാലാക്കോട്ടിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഒരു സംഭവമാണ് നടത്തിയത്. അപ്പോ അന്നത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ റെസ്പോൺസ് കുറച്ചുകൂടെ ഷാർപ്പറും കൂടുതൽ റെസല്യൂട്ടും ആണെന്നും ഇതിൽ പറയുന്നുണ്ട്. പഞ്ചാബിന്റെ പാകിസ്ഥാന്റെ ഹാർട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന പഞ്ചാബിലെ ബഖവൽപൂരിൽ നമ്മൾ നടത്തിയ അറ്റാക്ക് പാകിസ്ഥാനെ വളരെയധികം ഞെട്ടിച്ചു. കാര്യം പാകിസ്ഥാനിലെ റൂളിംഗ് എലീറ്റ് അല്ല, ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെ പഞ്ചാബിയാണ്. അപ്പൊ അയാളുടെയൊക്കെ നാട്ടിൽ തന്നെ കൊണ്ടുവച്ചാണ് നമ്മൾ ഈ പടക്കം പൊട്ടിച്ചത്. അപ്പൊ അതവർക്ക് ഭയങ്കര ഒരു ഷോക്കായി പോയി. അപ്പോൾ പാകിസ്ഥാൻ ഡെക്കേഡ്സ് ടുഗദർ ആയിട്ട് ടെററിസം ഇന്ത്യക്കെതിരെ ആയിട്ടുള്ള ഒരു ലോ കോസ്റ്റ് ഇൻസ്ട്രുമെന്റ് ടു ഫൈറ്റ് അഗേൻസ്റ്റ് ഇന്ത്യ ആയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനി വളരെ ഈസി ആയിട്ട് നടക്കാൻ പോണില്ല എന്നൊരു മെസ്സേജും ഇന്ത്യ ഇതുവഴി കൊടുത്തു. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നതിന് പേരിട്ടത് വളരെ വളരെ ഉചിതമായെന്നും ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. കാര്യം ഇന്ത്യയിലെ സ്ത്രീകൾക്കാണ് വേദന കൂടുതലുണ്ടായത് ഈ ഒരു പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിൽ. അപ്പം എന്തായാലും ഇനി ഒരു ഇന്ത്യക്കെതിരെയുള്ള അറ്റാക്സ് നമ്മൾ വച്ച് പൊറപ്പിക്കുമെന്ന ഒരു മെസ്സേജും കൂടി ഇതുവഴി നമുക്ക് കൊടുക്കാൻ പറ്റി. പക്ഷെ നമ്മൾ ഒരു സിവിലിയൻ ടാർഗറ്റ്സും സിവിലിയൻസിനെ നമ്മൾ പാകിസ്ഥാനിൽ ടാർഗറ്റ് ചെയ്തില്ല. അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസത്തിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി മുൻ ഗവൺമെന്റുകളെക്കാളും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണെന്ന് ഈ സ്ഥിരമായിട്ട് നമ്മൾ ഈ തിരിച്ചടി കൊടുക്കുന്ന സർജിക്കൽ സ്ട്രൈക്കുകൾ, ഈ ടാർഗറ്റഡ് സ്ട്രൈക്കുകൾ സൂചിപ്പിക്കുന്നെന്നും ഈ എഡിറ്റോറിയൽ പറയുന്നു. പാകിസ്ഥാന്റെ ബിഹേവിയർ ഇതുകൊണ്ട് ചേഞ്ച് ആവും എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യം. അവര് ഇന്ത്യക്ക് അഗേൻസ്റ്റുള്ള ഹേട്രഡിലും ഇന്ത്യക്ക് അഗേൻസ്റ്റുള്ള ടെററിസത്തിനെ ബ്രീഡ് ചെയ്തുകൊണ്ടാണ് അവരുടെ മുന്നോട്ടുള്ള പോക്ക്, അവർ നിലനിൽപ്പം തന്നെ. അതുകൊണ്ട് അവർ അങ്ങനെ മാറി ചിന്തിക്കാനും സാധ്യതയില്ല. എന്തായാലും പാകിസ്ഥാനിൽ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള യൂത്തിനെ കിട്ടാൻ ഒരു പാടുമില്ല. അവിടുത്തെ മദ്രസകളിലൊക്കെ പഠിച്ചിറങ്ങുന്ന ആയിരക്കണക്കിന് യുവാക്കൾ റാഡിക്കലൈസ്ഡ് ആണ്. അതുകൊണ്ട് ഈ മരിച്ച ഭീകരർക്ക് പകരം ഭീകരർ റിക്രൂട്ട് ചെയ്യാൻ അവർക്ക് ഒരുപാട് കാണത്തില്ല. അപ്പോ ഇതൊക്കെയാണ് നീ പറയുന്നത്. അപ്പൊ പാകിസ്ഥാന്റെ ക്യാരക്ടർ ഇത്തരത്തിലുള്ള ഈ ഒരു അറ്റാക്ക് കൊണ്ട് ചേഞ്ച് ആവത്തില്ല. ഒസാമ ബിൻ ലാദൻ വരെ അമേരിക്കയ്ക്കൊപ്പം അൽ ഖ്വയ്ദക്കെതിരെ ടെററിസത്തിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒസാമ ബിൻ ലാദനെ ഒളിപ്പിച്ചു വെച്ച പാകിസ്ഥാനിലാണ്. അങ്ങനെ ചെയ്യുന്ന പാകിസ്ഥാൻകാരാണ് ഉള്ളത്. അപ്പം നമുക്കൊരിക്കലും അവരുടെ ബിഹേവിയർ ചേഞ്ച് ആവും എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ത്യക്ക് വേറൊരു വലിയ തിരിച്ചടി ഇന്ത്യ കൊടുക്കുന്നുണ്ട്. ഇൻഡസ് വാട്ടർ ട്രീറ്റി അല്ലെങ്കിൽ സിന്ധു നദീ ജല കരാറിൽ നമ്മൾ സസ്പെൻഡ് ചെയ്തു. അതായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകണം. അല്ലാതെ ഇത്തരത്തിലുള്ള നമ്മളെ മിലിറ്ററി സ്ട്രൈക്സ് ഒന്നും ബാധിക്കുന്നതിനേക്കാളും കൂടുതൽ. പിന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അവരുടെ മുകളിൽ വലിയ പ്രഷർ കൊണ്ടുവരണം. അങ്ങനെ ലോകത്തിന്റെ മുന്നിൽ പാകിസ്ഥാന്റെ ചെയ്തികൾ തുറന്നു കാട്ടണം. എന്നിട്ട് പാകിസ്ഥാനെ ഭീകരവാദത്തിന് പറ്റുന്നിടത്തോളം പിന്തിരിപ്പിക്കണം. അതായിരിക്കും കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള, കുറച്ചുകൂടെ നല്ല നടപടികൾ. കാര്യം അതായിരിക്കും ഫ്യൂച്ചറിൽ കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യം. അല്ലാതെ ഇതുപോലുള്ള ടെററിസ്റ്റ് ക്യാമ്പുകളൊക്കെ തകർത്തത് കൊണ്ട് ഒരു തിരിച്ചടി താൽക്കാലികമായി കൊടുക്കാന്നല്ലാതെ അവന്മാർ റീകൂപ്പ് ചെയ്യാനുള്ള സാധ്യതയാണ് വളരെയധികം കൂടുതലുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. അതും വളരെ നല്ലൊരു എഡിറ്റോറിയലാണ്. അത് ഇന്നലെ ഞാൻ പറഞ്ഞ വാർത്തയെ കുറിച്ചാണ്. ഞാനത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടെ അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വന്നേക്കുന്നേ ഉള്ളൂ. ഇന്ത്യക്ക് HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ, HDI എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് UNDP അല്ലേ, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണെന്ന് എന്റെ ഓർമ്മ. എന്നാലും അങ്ങനെയല്ലേ പറഞ്ഞു, UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. അവരാണ് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എ മാറ്റർ ഓഫ് ചോയ്സ്, പീപ്പിൾ ആൻഡ് പോസിബിലിറ്റീസ് ഇൻ ദ ഏജ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് അവരിപ്പം അതിന് കൊടുത്തേക്കുന്ന പേര് ഇപ്പോഴത്തെ റിപ്പോർട്ടിന്. 130 ഇന്ത്യയുടെ സ്ഥാനം 193 രാജ്യങ്ങളുടെ കൂട്ടത്തിൽ. അത് ഒരു മോശം റാങ്ക് അല്ല എന്നത് വായിക്കാൻ നമുക്ക് മനസ്സിലാവും. ഇന്ത്യയുടെ HDI വാല്യൂ 0.685 ആയിട്ട് കൂടി ഇപ്പം. അത് മിഡിൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് റാങ്കിങ് ആണ്. അതൊരു ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് റാങ്കിങ് ആയിട്ട് മാറണമെങ്കിൽ 0.7 ആയാൽ മതി റാങ്ക്, ഈ ഒരു വാല്യൂ.
അത് ഇന്ത്യക്ക് സമീപ ഭാവിയിൽ അച്ചീവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇതിൽ വളരെ നല്ല ചില അച്ചീവ്മെന്റ്സ് ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി 72 ഇയേഴ്സ് ആയിട്ട് കൂടി. അത് 90കളിൽ 58 വയസ്സ് മാത്രമായിരുന്നു. അതുപോലെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ആവറേജ് എത്ര വർഷം വരെ പഠിക്കും എന്നുള്ളത് മുമ്പ് 8 വർഷമായിരുന്നു സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് 13 വർഷമായിട്ട് കൂടിയിട്ടുണ്ട് ഇപ്പം. അതുപോലെ ഇന്ത്യയുടെ ഗ്രോസ് നാഷണൽ പെർ ക്യാപിറ്റ ഇൻകം $2,100 ആയിരുന്നത് $9,000 ആയിട്ട് കൂടി. അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ഇന്ത്യക്ക് സംഭവിച്ചിട്ടുണ്ട്. പുതിയ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റിപ്പോർട്ടുകൾ അതാ സൂചിപ്പിക്കുന്നത്. അതുപോലെ നമ്മളെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അതുപോലെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അതുപോലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, അതായത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ഇതെല്ലാം ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ റാങ്ക് കൂടാൻ സഹായകമായിട്ടുണ്ടെന്ന് ഈ ഒരു ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോ പക്ഷെ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട്. ഇന്നിക്വാലിറ്റി, പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്നിക്വാലിറ്റി. പിന്നെ ജെൻഡർ ഡിസ്പാരിറ്റി, സ്ത്രീ പുരുഷ ആ ഒരു വ്യത്യാസം, അതൊക്കെ ഇപ്പോഴും ഇന്ത്യയെ പുറകോട്ട് വലിക്കുന്ന ഘടകങ്ങളാണ്. അപ്പം അത് നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് HDI റാങ്കിങ്ങിലൊക്കെ വലിയ ഇമ്പ്രൂവ്മെന്റ് വീണ്ടും ഉണ്ടാക്കാം. ഇന്ത്യയുടെ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ 41.7% ആയിട്ട് കൂടിയിട്ടുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ഇതിൽ. പക്ഷെ അപ്പോഴും ഫോമൽ വർക്കുകളിലൊക്കെ സ്ത്രീകളുടെ സാന്നിധ്യം ഭയങ്കര കുറവാണ്. എഡ്യൂക്കേഷനിലും സ്ത്രീകൾക്ക് തുല്യമായ പ്രാതിനിധ്യം പുരുഷന്മാർക്കൊപ്പം ആയിട്ടില്ല. അങ്ങനെ കുറെ കുറവുകളുണ്ട്. പിന്നെ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭകളിൽ 33% സംവരണം ഇപ്പോ റീസെന്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി ഇന്ത്യ വരുത്തിയെങ്കിലും അത് ഇതുവരെയും നടപ്പായി തുടങ്ങിയിട്ടില്ല. അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി 13.5 കോടി ജനങ്ങൾ പുറത്തു വന്നു. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്താണെന്ന്. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി 13.5 കോടി ജനങ്ങൾ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് പുറത്തു വന്നു. എന്നാലും ഈ പറഞ്ഞ ഇൻകം ആൻഡ് ജെൻഡർ ഇൻഇക്വാലിറ്റീസ് വളരെ വലിയ രീതിയിൽ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും ഡെവലപ്മെന്റിന് വളരെയധികം സഹായിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇന്ത്യക്ക് AI റിസർച്ചേഴ്സിന്റെ ഒക്കെ വലിയൊരു ഒരു കൂട്ടം AI റിസർച്ചേഴ്സ് ഒക്കെ ഇന്ത്യക്കുണ്ട്. അത് ഇന്ത്യക്ക് വളരെ വലിയൊരു മുതൽക്കൂട്ടാണ്. അത് ഭാവിയിൽ അഗ്രികൾച്ചർ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, പബ്ലിക് സർവീസ് ഡെലിവറി, ഇതിലെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആപ്ലിക്കേഷൻ കൊണ്ടുവരാൻ ഇന്ത്യയെ സഹായിക്കും. അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഇന്ത്യയുടെ AI റിസർച്ചേഴ്സിന്റെ കഴിവ് ഉപയോഗപ്പെടുത്തണം. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞു. നല്ലൊരു എഡിറ്റോറിയലാണ്, വായിച്ചു നോക്കുക. പിന്നെ 2 എഡിറ്റോറിയൽസ്, ഈ 2 എഡിറ്റോറിയൽസും രണ്ട് ആർട്ടിക്കിൾസ്, നിങ്ങൾ ഈ 2 ആർട്ടിക്കിൾസ് വായിച്ചാൽ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ആൻ ഇന്ത്യ US എനർജി ഫ്യൂച്ചർ എന്ന് പറയുന്ന ആർട്ടിക്കിളും താഴെ രണ്ടാമതായിട്ട് വരുന്ന പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് കോർ ഐഡന്റിറ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ആർട്ടിക്കിളും. ഇത് രണ്ടും വായിച്ചാൽ അത്യാവശ്യം മനസ്സിലാവുന്ന ആർട്ടിക്കിൾസ് ആണ്. അപ്പൊ ആദ്യത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ആൻ ഇന്ത്യ US എനർജി ഫ്യൂച്ചർ വേറെ ഒന്നുമല്ല. ഈ ഇന്ത്യ എനർജി ഡെഫിഷ്യന്റ് ആയിട്ടുള്ള രാജ്യമാണ്. വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമീസ് ഓഫ് ദ വേൾഡ് ആണ്. ഇന്ത്യ വിൽ ബിക്കം എ ഡെവലപ്ഡ് നേഷൻ ബൈ 2047-50 പീരീഡ്. ദാറ്റ് ഈസ് വാട്ട് വി എയിം. So India during the development journey requires a lot of energy. So അത് ട്രഡീഷണൽ ഫോംസ് ഓഫ് എനർജി ആയിട്ടുള്ള ഹൈഡ്രോ പവറിൽ നിന്നോ അല്ലെങ്കിൽ തെർമൽ പവറിൽ നിന്നോ ഒക്കെ മാത്രം ഉത്പാദിപ്പിക്കാൻ പറ്റത്തില്ല. അറ്റ് ദാറ്റ് ടൈം വി ഹാവ് ടു ഗോ ഫോർ സം അൺകൺവെൻഷണൽ ഫോംസ് ഓഫ്, അല്ലെങ്കിൽ കൺവെൻഷണൽ ഫോംസ് ഓഫ് എനർജിക്ക് അപ്പുറത്തുള്ള ഓപ്ഷൻസിലേക്ക് പോകേണ്ടി വരും. അതിൽ ന്യൂക്ലിയർ എനർജിയുടെ ഓപ്ഷനൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മളുടെ പല എനർജി, ഇപ്പൊ ബാറ്ററി റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള നമ്മളുടെ റിക്വയർമെന്റ്സ് ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോ ഭാവിയിൽ നമ്മൾ നെറ്റ് സീറോയൊക്കെ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാർബൺ എമിഷനെ കുറച്ച് 0 കാർബൺ എമിഷനിലേക്ക് പോകുന്ന പരിപാടിയാണ് നെറ്റ് സീറോ എന്ന് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ കാർബൺ ന്യൂട്രൽ ആവുക എന്ന് പറയുന്നത്. അത് ബൈ 2070 ആണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നെറ്റ് സീറോ അച്ചീവ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ബൈ 2070 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ഒരുപാട് അതിലേക്കൊക്കെ മാറേണ്ടി വരും. അപ്പൊ ബാറ്ററി ഒക്കെ ഒരുപാട് നമുക്ക് ഉത്പാദിപ്പിക്കേണ്ടി വരും. അപ്പൊ അതിലൊക്കെ ഉപയോഗിക്കേണ്ട ഒരുപാട് റെയർ മിനറൽസും മെറ്റൽസും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ പ്രൊഡക്ഷൻ, എക്സ്പ്ലോറേഷൻ ഇതെല്ലാം കൂടുതലായിട്ട് നടത്തുന്നത് ചൈനയാണ്. ലോകത്തിലെ മൊത്തം റെയർ എർത്ത് ആയിട്ടുള്ള സംഭവങ്ങളുടെ, റെയർ എർത്ത് മിനറൽസിന്റെയും മെറ്റൽസിന്റെ ഒക്കെ 90% ചൈനയിലാണ്. അപ്പൊ സപ്ലൈ ചെയിൻ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തേക്കുന്നത് ചൈനയാണ്. അപ്പം അത് US വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാര്യം ചൈന ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഈ പറഞ്ഞ സാധനങ്ങളുടെ എക്സ്പോർട്ടൊക്കെ അവർ സ്ട്രാറ്റജിക്കലി അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. മറ്റു രാജ്യങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയാണ്, എസ്പെഷ്യലി അവരുടെ എനിമി നേഷൻസ് എന്ന് അവർ കരുതുന്ന രാജ്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലാക്കാൻ. അപ്പൊ ഇതുകൊണ്ട് ഇന്ത്യയും USA ചേർന്ന് ഈ ഇടയ്ക്ക്
US-ന്റെ വൈസ് പ്രസിഡന്റ് ഒക്കെ ഇന്ത്യയിൽ വന്നപ്പോൾ അതിനെക്കുറിച്ച് ഊന്നി പറഞ്ഞായിരുന്നു. നമ്മൾ ഈ എനർജി ആൻഡ് ഡിഫൻസ് പാർട്ണർഷിപ്പ് ശക്തമാക്കേണ്ട കാര്യം. അപ്പൊ എനർജി പാർട്ണർഷിപ്പ് ശക്തമാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു മെയിൻലി ഈ പറഞ്ഞ റെയർ മിനറൽസിന്റെയും മെറ്റൽസിന്റെ ഒക്കെ സപ്ലൈ ചെയിനെ കൺട്രോൾ ചെയ്യുന്ന ചൈനയാണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് മാറി ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മളുടെ തന്നെ ഒരു സപ്ലൈ ഒരു ഇതിനു വേണ്ടിയുള്ള ഒരു സപ്ലൈ ചെയിൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക, നമുക്ക് അതിന് ഒരു വലിയ സ്റ്റോറേജ് ഉണ്ടാക്കുക. അപ്പൊ അതിനൊക്കെ സ്വാഭാവികമായിട്ട് US-India പാർട്ണർഷിപ്പ് സഹായിക്കും. US-India പാർട്ണർഷിപ്പ് മാത്രമല്ല, ക്വാഡ് ഉണ്ടല്ലോ, ക്വാഡ് എന്ന് പറഞ്ഞാൽ US-ഉം ഇന്ത്യയും ഓസ്ട്രേലിയയും ജപ്പാനും ചേർന്ന ഗ്രൂപ്പാണ്. അപ്പൊ ഈ 4 രാജ്യങ്ങളും കൂടെ ചേർന്ന് അതിനുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കണം. ഈ പറഞ്ഞ രാജ്യങ്ങളിൽ US-നും ജപ്പാനും ഓസ്ട്രേലിയക്കൊക്കെ ഇതിന്റെ ടെക്നോളജി ഉണ്ട്, ഈ റെയർ മിനറൽസും മെറ്റൽസും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനും അത് വേർതിരിച്ചെടുക്കാനൊക്കെ ഉള്ള. അപ്പം ആ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൽ ഇതൊക്കെ അബൻഡന്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നമ്മൾ ആ രാജ്യങ്ങളുടെ അനുവാദത്തോടു കൂടി അവരുമായിട്ടുള്ള പാർട്ണർഷിപ്പിൽ എക്സ്പ്ലോറേഷൻ നടത്തി ഇതൊക്കെ വേർതിരിച്ചെടുക്കുക, ഇതിന്റെയൊക്കെ ഒരു സ്റ്റോക്ക് പൈൽ ഉണ്ടാക്കിയൊക്കെ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഈ ആർട്ടിക്കിളിന്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് നമ്മൾ പിന്നെ എന്തൊക്കെ ചെയ്താലും ഏറ്റവും നമുക്ക് ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കാനും പറ്റുന്ന എനർജി ന്യൂക്ലിയർ എനർജി ആയിരിക്കും. ന്യൂക്ലിയർ എനർജി 2047 കൂടി ഇന്ത്യയിൽ 100 GW ഉൽപ്പാദിപ്പിക്കണം എന്നാണ് ഇന്ത്യയുടെ ലക്ഷ്യം. കഴിഞ്ഞ ബഡ്ജറ്റിൽ അതാ പറയുന്നത്. പക്ഷെ 100 GW അല്ല, 200 GW എങ്കിലും ഫ്യൂച്ചറിൽ ഇന്ത്യക്ക് അത് ഉൽപ്പാദിപ്പിക്കേണ്ടി വരും എന്നും ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ ഇന്ത്യ വലിയ റിയാക്ടേഴ്സ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂമിങ്ങും ഒരുപാട് കോസ്റ്റ്ലി ആണ്. അപ്പൊ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ SMR സ്ഥാപിക്കുകയാണ്, സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ്. അത് സ്ഥാപിക്കാൻ അതിനുള്ള ടെക്നോളജിക്ക് ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലും ഉണ്ട്. എന്നാലും കുറച്ചുകൂടെ നല്ല ടെക്നോളജിക്ക് US-ൽ നിന്നൊക്കെ നമുക്ക് കിട്ടാൻ പറ്റും. അപ്പൊ ആ കാര്യത്തിൽ US നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഒപ്പം തന്നെ നമ്മളുടെ ഈ മേഖലയിലേക്ക് ഒരുപാട് പ്രൈവറ്റ് പ്ലേയേഴ്സിനെ കൊണ്ടുവരണം. എല്ലാത്തിനും ഗവൺമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രൈവറ്റ് പ്ലേയേഴ്സ് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് കൂടുതലായിട്ട് സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പൊ അത് കുറച്ച് സ്പേസ് മതി, കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ന്യൂക്ലിയർ എനർജി പ്രൊഡക്ഷൻ പതുക്കെ കൂട്ടുക, അങ്ങനെയൊക്കെ ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക. അതൊക്കെയാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് കോർ ഐഡന്റിറ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സംഭവമാണ്. അതെന്ന് പറഞ്ഞാല് പാകിസ്ഥാന്റെ 2 നേഷൻ തിയറിയുടെ ബേസിൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നു. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാവുന്നു. അതിനുശേഷം അവരുടെ ഈ പറഞ്ഞ മുസ്ലിം ഐഡന്റിറ്റിയുടെ പേരിലാണല്ലോ ഈ 2 നേഷൻ തിയറിയൊക്കെ മുഹമ്മദ് അലി ജിന്ന കൊണ്ടുവരുന്നതല്ല. പക്ഷെ ആ രാജ്യത്തെ പോലും മുസ്ലിങ്ങളെ ഒന്നായിട്ട് കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ ഈ പഞ്ചാബ്, സിന്ധ് മേഖലയിലെ പാകിസ്ഥാനിൽ നിന്നുള്ള പൊളിറ്റീഷ്യൻസിന് കൂടുതൽ പവർ കൊടുക്കുകയും ഈസ്റ്റേൺ പാകിസ്ഥാൻ എന്ന് അന്നറിയപ്പെട്ടിരുന്നത് ബംഗ്ലാദേശ്, അവിടെ ബംഗാളികളാണ് താമസിക്കുന്നത്, അവരുടെ ന്യായമായ പൊളിറ്റിക്കൽ അവകാശങ്ങൾ പോലെ അടിച്ചമർത്തുകയും ചെയ്തു. അടിച്ചമർത്തേണ്ട ഭാഗമായിട്ട് ആണ് 70 കാലഘട്ടത്തിൽ അവിടെ ഈ പാകിസ്ഥാനിൽ നിന്ന് വിമോചനം നേടണം, സെപ്പറേറ്റ് ആവണം, പുതിയ രാജ്യമാവണം എന്നുള്ള രീതിയിലുള്ള ഒരു വികാരം അവിടെ ഉടലെടുക്കുന്നതും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും അവരൊരു സെപ്പറേറ്റ് കൺട്രി ആയിട്ട് മാറുന്നത്. ഇപ്പൊ അതിന് സമാനമായ സാഹചര്യം പാകിസ്ഥാനിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ എന്നൊരു പ്രദേശത്ത് അതുപോലെ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലൊക്കെ അവരുടെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾ അവർ അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഒരു ബംഗ്ലാദേശ് വീണ്ടും പാകിസ്ഥാനിൽ നിന്ന് സെപ്പറേറ്റ് ആയതുപോലെ ഒരു ബലൂചിസ്ഥാൻ വേണമെങ്കിൽ പാകിസ്ഥാനിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ബംഗ്ലാദേശ് ഇപ്പം പുതിയ ഗവൺമെന്റ് ഒക്കെ അവിടെ വന്നല്ലോ, ഇപ്പൊ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ അവർ കുറച്ച് ആന്റി ഇന്ത്യ ആണ്. അതുകൊണ്ട് പാകിസ്ഥാനായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്യാനൊക്കെ അവർ ശ്രമിക്കുക. പക്ഷെ അപ്പോഴും പാകിസ്ഥാനോട് അവർ ആവശ്യപ്പെടുന്നത് 1971 വാറിൽ അട്രോസിറ്റീസ്, ഭയങ്കര വലിയ ക്രൂരകൃത്യങ്ങൾ പാകിസ്ഥാൻ ബംഗ്ലാദേശികൾക്കെതിരെ ചെയ്തു. തൗസൻഡ്സ് ഓഫ് ആൾക്കാരെ കൊന്നൊടുക്കി, ഒരുപാട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു ഒക്കെ ചെയ്തു. അപ്പോൾ അതിന് മാപ്പ് പറയണമെന്ന് അവർ ആവശ്യപ്പെട്ടേക്കുന്നത്. രണ്ടാമതായിട്ട് $4 ബില്യൺ അന്ന് സെപ്പറേറ്റ് ആയി പോയപ്പോൾ അവർക്ക് അവകാശപ്പെട്ട കുറെ പണം പാകിസ്ഥാൻ ബംഗ്ലാദേശിന് കൊടുക്കാനുണ്ടായിരുന്നു. അത് $4 ബില്യൺ അതും കൊടുക്കണമെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ആർട്ടിക്കിളായിരുന്നു. അപ്പൊ അത് രണ്ടും വായിക്കും. പിന്നെ ഇതൊന്നും വേണ്ടെന്നല്ല, അതൊക്കെ വായിക്കാൻ താല്പര്യം വായിക്കും. പിന്നെ പാകിസ്ഥാൻസ് കോംപ്ലക്സ് വെബ് ഓഫ് ടെറർ നെറ്റ്വർക്ക്സ് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തയ്യബ അങ്ങനെയൊക്കെ പറഞ്ഞ ഓർഗനൈസേഷൻസും അവർ ഇന്ത്യക്കെതിരെ എടുക്കുന്ന ആന്റി ഇന്ത്യ സ്റ്റാൻഡുകളും ഇന്ത്യക്ക് എതിരെ നടത്തിയ ഭീകരാക്രമണങ്ങളും ആ ശൃംഖലയെ എങ്ങനെ പാകിസ്ഥാനും അവിടുത്തെ ISI എന്ന് പറഞ്ഞ അവിടുത്തെ ചാര സംഘടനയും പട്ടാളവും ഒക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെയാണ് ഈ ആർട്ടിക്കിളിലുള്ളത്. താല്പര്യമുള്ളവർ വായിക്കുക. പിന്നെ ഇന്ത്യ ബ്രീഫ്സ് എൻവോയ്സ് ഓഫ് 13 സെക്യൂരിറ്റി കൗൺസിൽ മെമ്പേഴ്സ് എന്ന ന്യൂസ് ഉണ്ട്. ഇന്നലെ ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്ക് എന്ന് പറഞ്ഞ തെറ്റാണ്. പാകിസ്ഥാനിലെ
ടെററിസ്റ്റ് ഹൈഡൌട്ട്സ് നമ്മൾ അറ്റാക്ക് ചെയ്തതിനു ശേഷം UN സെക്യൂരിറ്റി കൗൺസിലിലെ 13 രാജ്യങ്ങൾ 13 UN Security Council has 15 members. Yesterday also I explained in detail about that because actually UN Security Council has 5 permanent members. They are having veto power. They are USA, Britain, France, Russia and China. But there are 10 non-permanent members also. They are having a tenure of 2 years. Now Pakistan is a non-permanent member. Yesterday India briefed all the UN Security Council members about our attack in Pakistan. അതിൽ പെർമനന്റ് മെമ്പറെന്നോ നോൺ പെർമനന്റ് മെമ്പറെന്നോ ഇല്ലാതെ എല്ലാവരും അതിൽ പാകിസ്ഥാനെ ഒഴിവാക്കി. ഞാൻ പറഞ്ഞു പാകിസ്ഥാൻ UN സെക്യൂരിറ്റി കൗൺസിൽ ഒരു നോൺ പെർമനന്റ് മെമ്പറാണ്. പാകിസ്ഥാനെ ഒഴിവാക്കിയോണ്ടാണ് ഇത് 15 എന്നുള്ള 14 ആവുന്നത്. പിന്നെ അതിൽ വേറൊരു രാജ്യമായിരിക്കും സിറാലിയോൺ കണ്ടാണ്, അവർക്ക് ഇന്ത്യയിൽ എൻവോയ് ഇല്ല, അതുകൊണ്ട് അവരും ഇല്ല. അങ്ങനെ 13 രാജ്യങ്ങൾ നമ്മൾ UN സെക്യൂരിറ്റി കൗൺസിലെ 13 രാജ്യങ്ങൾ നമ്മൾ എടുത്ത ആക്ഷൻസിനെ കുറിച്ച് ബ്രീഫ് ചെയ്തു. പിന്നെ ഇവിടെ FATF കുറിച്ച് പറയുന്നുണ്ട്. FATF എന്താണെന്ന് പഠിച്ചു വെച്ചേക്കാം. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. FATF ഈസ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ദാറ്റ് ഈസ് ദ UN വാച്ച് ഡോഗ് അഗൈൻസ്റ്റ് ടെറർ ഫിനാൻസിങ്. യുണൈറ്റഡ് നേഷൻസിന്റെ വാച്ച് ഡോഗ് ആണ് അഗൈൻസ്റ്റ് ടെറർ ഫിനാൻസിങ്. ഭീകരതയ്ക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നവരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള UN ഓർഗനൈസേഷനാണ് FATF, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. അവരിടയ്ക്ക് വെച്ച് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റ് ചെയ്തിരുന്നു. ഗ്രേ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ലിസ്റ്റിങ്ങിന് മുമ്പായിട്ടുള്ള പരിപാടിയാണ്. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും പാകിസ്ഥാന്. അതിന് പകരം അതുകൊണ്ട് അതിന് മുമ്പായിട്ട് ഗ്രേ ലിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. അത് ഇന്ത്യയുടെ കൂടെ പ്രഷർ കൊണ്ടാണ്. FATF, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെ ഓരോരുത്തർ സപ്പോർട്ട് ചെയ്തേക്കുന്നതിനെയും ഒക്കെ ന്യൂസുകളാണുള്ളത്. പിന്നെ UK urges India and Pakistan to show restraint, engage in dialogue എന്നൊരു ന്യൂസ് കാണാം. UKയുടെ ഫോറിൻ സെക്രട്ടറി, അവിടുത്തെ ഫോറിൻ മിനിസ്റ്ററിയാണ് ഫോറിൻ സെക്രട്ടറി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ആവശ്യപ്പെട്ടേക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും കുറച്ചുകൂടെ ഒരിത് കാണിക്കണമെന്ന്. ഡേവിഡ് ലാമിയാണ് UKയുടെ, ഇത് UK ബ്രിട്ടൻ ആണ്, UKയുടെ ഫോറിൻ സെക്രട്ടറി ഡേവിഡ് ലാമി. UKയുടെ പ്രൈം മിനിസ്റ്ററിനെ അറിയാലോ എല്ലാവർക്കും, കീർ സ്റ്റാമർ ആണ്. UKയുടെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമർ. പിന്നെ അടുത്ത പേജിലൊക്കെ ഫുൾ അറ്റാക്കിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അവിടെ വേറെ പറയാനൊന്നുമില്ല. അറ്റാക്ക് അതെങ്ങനെ നടത്തിയെന്നും പിന്നെ അതിൽ ഒമർ അബ്ദുള്ളയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ഒമർ അബ്ദുള്ള ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. സച്ചിൻ ടെണ്ടുൽക്കർ, അമിത് ഷാ, മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിന്റെ ചീഫ് മിനിസ്റ്റർ, അവരുടെയൊക്കെ ന്യൂസുകൾ കാണാം. പിന്നെ നിങ്ങൾക്ക് വ്യോമിക സിംഗിന്റെയും സോഫിയ ഖുറേഷിയുടെയും ഫോട്ടോ ഇവിടെ കാണാം. വ്യോമിക സിംഗ് ആൻഡ് സോഫിയ ഖുറേഷി, ഈ പേര് പഠിച്ചു വെച്ചേക്കണേ. വ്യോമിക സിംഗ്, ഷീസ് an officer in Indian Air Force, and Sofia Qureshi, she's an officer in Indian Army. ഇവർ രണ്ടുപേരാണ് ഇന്നലെ മീഡിയയെ ബ്രീഫ് ചെയ്തത് about our operations in Pakistan. ബാക്കി ഈ ന്യൂസുകളെല്ലാം അറ്റാക്കിനെ കുറിച്ചുള്ള, അതിലൊന്നും വേറെ ഒന്നും പഠിക്കുകയല്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലെ ഒരുപാട് എയർപോർട്ടുകളൊക്കെ തൽക്കാലത്തേക്ക് ഷട്ട് ചെയ്തു. ഈ പറഞ്ഞ ഇൻ കേസ് പാകിസ്ഥാന്റെ റീറ്റാലിയേഷൻ അങ്ങനെ ഉണ്ടായാലും അത് ബുദ്ധിമുട്ടാവും, അത് സെക്യൂരിറ്റി ത്രെറ്റ് ആണ്. സോ അറൌണ്ട് 21 എയർപോർട്ട്സ്, ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദം ആർ ഇൻ നോർത്ത് ഇന്ത്യ, were shut down by the government yesterday temporarily. പിന്നെ PMLA കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. PMLA ഇത് യുദ്ധമായിട്ട് ബന്ധപ്പെട്ടല്ല, ഇത് വേറെ ന്യൂസ് ആണ്. PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. അതിലൊരു അമെന്റ്മെന്റ്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002 എന്നാണ് ആ ആക്ടിനെ അറിയപ്പെടുന്നത്. അതിലൊരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു 2020 കാലഘട്ടത്തിൽ. ആ അമെന്റ്മെന്റ് വഴി സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള നോംസ് കൊണ്ടുവന്നു. അതായത് ഇപ്പോൾ ഒരാളെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ ബേസിൽ അറസ്റ്റ് ചെയ്താൽ അയാൾ കുറ്റക്കാരനെല്ലാം തെളിയിക്കേണ്ടത് അയാളാണ്. സാധാരണ കുറ്റക്കാരനെല്ലാം തെളിയിക്കേണ്ടത് പിന്നീട് പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂഷൻ അല്ല പക്ഷേ ഈ കേസിൽ കുറ്റക്കാരൻ തെളിയിക്കേണ്ടത്. ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തെളിയിക്കണം ഞാൻ കുറ്റക്കാരനത്, പ്രോസിക്യൂഷൻ അല്ല തെളിയിക്കേണ്ടത്. അപ്പൊ അതൊക്കെ ഭയങ്കര സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ്. അപ്പൊ ഇതൊക്കെ ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നുള്ള രീതിയിൽ സുപ്രീം കോടതിയിൽ ചില കേസുകളുണ്ട്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. ബാക്കി ഈ പേജിലെ ന്യൂസ് നമുക്ക് ആവശ്യമുള്ളതല്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഇന്ത്യയും UKയും തമ്മിലുള്ള ട്രേഡിനെ കുറിച്ചാണ് വലിയൊരു ന്യൂസ് ഉള്ളത്. ഇന്ത്യയും UKയും തമ്മിലുള്ള ട്രേഡിനെ കുറിച്ച്
കഴിഞ്ഞ 8 വർഷത്തെ ട്രേഡിനെ കുറിച്ച്. അത് അങ്ങനെ ഒരു ന്യൂസ് വരാൻ കാര്യമുണ്ട്. വേറെ ഒന്നും അല്ല കാര്യം. ഞാൻ ഇന്നലെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയാണല്ലോ. ഇന്ത്യ ആൻഡ് UK are going to sign FTA, free trade agreement. This free trade agreement will give unhindered access to UK market for Indian products, and 99% of Indian products will be exempted from the tariffs. Zero tariffs ആയിരിക്കും after the implementation of FTA, free trade agreement between India and UK. That is a very big news of yesterday's Hindu newspaper, and this news is a continuation of yesterday's news. അത്രേ ഉള്ളൂ. പിന്നെ ഹഡ്കോയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഹഡ്കോ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ ഒരു ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. വാട്ട് ഈസ് ഡെവലപ്മെന്റ് ബാങ്ക്? ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ. ഹൗസിംഗ് ഡെവലപ്മെന്റ്, ഇന്ത്യയിലെ വീടുകളുടെ അല്ലെങ്കിൽ ഹൗസിംഗ് സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രം ഉള്ള ഡെവലപ്മെന്റ് ബാങ്ക് ആണ് ഹഡ്കോ. ഹഡ്കോയുടെ എക്സ്പാൻഷൻ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹഡ്കോ. ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹഡ്കോ. പിന്നെ വേൾഡ് പേജിൽ പോകുമ്പോൾ യുക്രൈനും റഷ്യയായിട്ടുള്ള യുദ്ധത്തിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസ് ഉണ്ട്. വെനിസ്വേലയുടെ പ്രസിഡന്റും റഷ്യയുടെ പ്രസിഡന്റ് ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ആണ്. വെനിസ്വേലയുടെ പ്രസിഡന്റ് ആണ് നിക്കോളാസ് മഡൂരോ. വെനിസ്വേല ഈസ് എ സൗത്ത് അമേരിക്കൻ കൺട്രി. അതിന്റെ പ്രസിഡന്റ് ആണ് നിക്കോളാസ് മഡൂരോ. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ പുതിയ പോപ്പിനെ സെലക്ട് ചെയ്യാൻ പോയാണ്. അതിനുള്ള മീറ്റിംഗ് വത്തിക്കാനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. പുതിയ പോപ്പ്. അപ്പൊ പോപ്പ് ഫ്രാൻസിസ് ഇപ്പൊ മരിച്ചുപോയി നിങ്ങൾക്ക് അറിയാം. അദ്ദേഹത്തിന്റെ പകരക്കാരനെ അടുത്ത പോപ്പിന്. പിന്നെ ശ്രീലങ്കയിലെ പ്രസിഡന്റിന്റെ പേരുണ്ട്. ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആരാണ്? അനുരാ കുമാര ദിസനായകെ ഇസ് ദ പ്രസിഡന്റ് ഓഫ് ശ്രീലങ്ക. അദ്ദേഹത്തിന്റെ ഒരു പേര് ഇവിടെ കാണാം. പിന്നെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അറ്റാക്സിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. പിന്നെ യമനിൽ ഹൂദീസിന് നേരെ നടക്കുന്ന ആക്രമണം, അതിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസുകൾ. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ. ക്രിക്കറ്റിൽ നല്ല റിട്ടയർ ചെയ്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് 2020 ആൻഡ് 1 ഡേ ഇത് രണ്ടിലും അദ്ദേഹം ഇനിയും കളിക്കും. അതുകൊണ്ട് ജസ്റ്റ് അത് അറിഞ്ഞിരിക്കുക. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ യൂറോപ്പിലെ ക്ലബ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പായ ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ഉണ്ട്. അത് ഇന്നലെ ഞാൻ പറഞ്ഞാണ്. യൂറോപ്പിലെ ക്ലബ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പാണ് ചാമ്പ്യൻസ് ലീഗ്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ജാനിക് സിന്നറിനെ കുറിച്ച് ഒരു വലിയ ന്യൂസ് കാണാം. ഹൂ ഈസ് ജാനിക് സിന്നർ? ജാനിക് സിന്നർ ഈസ് ആൻ ഇറ്റാലിയൻ ടെന്നീസ് പ്ലെയർ. ഹി ഈസ് കറന്റ്ലി ദ നമ്പർ 1 ടെന്നീസ് പ്ലെയർ ഇൻ ദ വേൾഡ്. ജാനിക് സിന്നർ. ഹി വാസ് ബാൻഡ് ഫ്രം ടെന്നീസ് ഫോർ 2 to 3 months because of the presence of banned chemicals in his urine sample. അതായത് ഡോപ്പിംഗ് എന്ന് പറയുന്നത് ഈ സ്പോർട്സിന് ഉത്തേജക മരുന്നുകൾ ഉപയോഗിക്കുന്നതിന്. അങ്ങനെ എന്തോ ഉപയോഗിക്കുക മനഃപൂർവ്വം എല്ലാവർക്കും ചിലപ്പോൾ അറിയാതെ പറ്റിയതാവാം. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു ലീനിയൻസി കൊടുത്ത് 2-3 മാസത്തെ ബാനിങ്ങേ കൊടുത്തോളൂ. ഇപ്പൊ തിരിച്ച് വീണ്ടും ടെന്നീസിലേക്ക് വരികയാണ് ജാനിക് സിന്നർ. ഹീസ് ദ കറന്റ് നമ്പർ 1 ടെന്നീസ് പ്ലെയർ. ഹീസ് ഫ്രം ഇറ്റലി. ഇപ്പൊ ഇത്രയാണ്. ബാക്കി നാളെ. താങ്ക് യു.